ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വെളുപ്പിന് 4 മണിക്ക് തന്നെ നമ്മൾ എഴുന്നേറ്റു പുട്ട് ഉണ്ടാക്കാൻ നോക്കി. പിന്നെ അതിനുശേഷം കോവയ്ക്കത്തോരൻ, പിന്നെ ഒരിടപ്പത്ത് മുട്ട പുഴുങ്ങാൻ വെച്ചു, ഒരിടപ്പത്ത് ചോറ് തിളയ്ക്കുന്നു, ഒരിടപ്പത്ത് ഇതിലെന്താ വെച്ച് പുട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് കുക്കർ വച്ചേക്കാണ്. കുക്കറിൻ്റെ മുകളിൽ ചിരട്ടപ്പുട്ടാണ് നമ്മൾ ഉണ്ടാക്കാറ്. അങ്ങനെ പുട്ട് ഓരോന്നായിട്ട് അങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഓരോരോ പണികൾ അങ്ങനെ തീർത്തിട്ട് 5:45 എനിക്ക് ഇറങ്ങണം കേട്ടോ. 4 പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വച്ചേക്കുന്നത്. ഞാനും ചന്തുകുണ്ണും അച്ഛനും അമ്മയാണ് ഉള്ളത്. അതിനിടയ്ക്ക് ഞാൻ പുട്ടിന് കറിയായിട്ട് ഇന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് വറുത്ത് തേങ്ങ അരച്ചാണ് കേട്ടോ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കിയത്. 5:30 അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞു, കുളി കഴിഞ്ഞു, റെഡിയായി 5:45 ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ സുന്ദരിയാവാൻ വേണ്ടി നോക്കാൻ കേട്ടോ. ചെറിയ രീതിയിലുള്ള ചെറിയ കലാപരിപാടികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യണേ. അപ്പോൾ അമ്പലത്തിൽ പോകണമായിരുന്നു രാവിലെ എനിക്കൊന്ന്. അത് കാരണം കൊണ്ട് അങ്ങനെ ഒന്ന് റെഡി ടു മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കമ്മലാണ് ഞാൻ ഇടുന്നത്. അധികം വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ കമ്മലിന്. അങ്ങനെ കമ്മലൊക്കെ ഇട്ട് സുന്ദരിയാവാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് കേട്ടോ. സിന്ദൂരൊക്കെ തൊട്ടു, കണ്ണെഴുതിയായിരുന്നു. പിന്നെ ചെറിയൊരു ക്രീം പറ്റിയായിരുന്നു കേട്ടോ നമ്മുടെ മാങ്ങാരത്തിൻ്റെ അവിടെയൊക്കെയാണ് ജെണ്ടയ്ക്ക് ഇരിക്കുന്ന ചെറിയ വലിയ ഒരു കുപ്പിയുണ്ടോ, അതാണ്. ക്ലിപ്പൊക്കെ ഇട്ടു. ഞാൻ പോകുന്ന വഴിക്ക് അമ്പലത്തിൽ കയറുന്നുണ്ട്. അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ അമ്പലത്തിലെത്തി കഴിഞ്ഞപ്പോൾ നട തുറന്നിട്ടുണ്ട്. നല്ല ദീപമൊക്കെ തെളിഞ്ഞ് പാട്ടൊക്കെ ഉണ്ട്. നല്ല അയ്യപ്പ ഭക്തി ഗാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൽ വേറെ അധികം ആൾക്കാരും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എന്തെന്നാണ് അമ്പലത്തിലുള്ള അവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വേഗം തൊഴുത്തിറങ്ങിയതിന് ശേഷം ഇനി ഒരു 40 മിനിറ്റ് നേരത്തെ ഡ്രൈവ് ഉണ്ട് നമ്മളുടെ ആലുവയിലേക്ക്. അന്ന് 6:45 ഞാൻ ആലുവയിലെത്തി ജോലികളെല്ലാം ചെയ്തതിന് ശേഷം 8:45 അവിടെ നിന്ന് ഇറങ്ങിയാലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. അങ്ങനെ രാവിലെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. ഇത് നമ്മുടെ ഫാസിനോയിൽ സൗന്ദര്യം നോക്കണതാണ് കേട്ടോ. ഒരു ചെറിയ നോട്ടമൊക്കെ ഉണ്ട് അങ്ങനെ എപ്പോഴും ഇരിക്കുമ്പോൾ. പിന്നെ ഇത് നമ്മളുടെ ഷോപ്പിലെ മസാല ഐറ്റംസാണ് കേട്ടോ. നമ്മൾ തൂക്കി കൊടുക്കുന്നതാണ്. എത്ര വേണമെങ്കിലും 100, 200 വേണോ, ഹോൾസെയിലായിട്ട് വേണോ, എല്ലാം കിട്ടും കേട്ടോ. ഇതൊക്കെ പപ്പഡ് ഫ്രെയിംസാണ് കേട്ടോ. വറുത്ത് കഴിക്കാവുന്ന തരത്തിലുള്ള ഐറ്റംസാണ് കേട്ടോ. പിന്നെ ബ്ലൂബെറി ഉണ്ട്, ഈന്തപ്പഴമുണ്ട്, കാഷ്നട്ട് ഉണ്ട്, പിന്നെ പച്ചക്കപ്പലണ്ടി ഉണ്ട്, വറുത്ത കപ്പലണ്ടി ഉണ്ട്, പീനട്ട് ഉണ്ട്. എന്ത് വേണം, വില കൂടിയത് തൊട്ട് വില കുറഞ്ഞ തരത്തിലുള്ള ഈന്തപ്പഴങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഈ കട വരുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആലുവ കാരത്തുഴി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് കട വരുന്നത്. അത്തിപ്പഴമുണ്ട്, പിസ്ത ഷെല്ല്സ് ഉണ്ട്, ഷെല്ലുള്ളതുണ്ട്, വാൽനട്ട് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നു കേട്ടോ. പോരുന്ന വഴിക്ക് മാമ്പഴം വാങ്ങിയായിരുന്നു. വീട്ടിൽ വന്ന് ഒരു ചെറിയ സ്മൂത്തി പോലെ അടിച്ച് കുടിച്ചു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ടാറ്റാ, നാളെ കാണാം കേട്ടോ.